പറഞ്ഞു ഗൾഫിലെ ബിസിനസ് ആയിരുന്നു. അത് തുടങ്ങി കുറച്ചായപ്പോൾ തന്നെ ഒരു 50 ലക്ഷം കടം പറ്റി നാട്ടിലേക്ക് വന്നതായിരുന്നു. ആ സമയത്ത് ഭാര്യ പറയേണ്ട കുറച്ച് കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. അതിനൊരു പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്തുകൊണ്ടാണ് ഞാൻ ഈ കമ്പനിയിൽ കടന്നു വരുന്നത്. ഒരു കസ്റ്റമറായി കടന്നു വന്നതായിരുന്നു. അങ്ങനെ ഈ പ്രൊഡക്റ്റിന്റെ റിസൾട്ട് കണ്ടു, ബോധ്യപ്പെട്ടു, അത്ഭുതപ്പെടുന്ന റിസൾട്ടുകൾ കിട്ടി. അത് ഞാൻ പറയുന്നില്ല, അത് നിങ്ങൾ അറിയുന്ന ആളുകൾ അറിയാത്തത് പറഞ്ഞു. അപ്പോ കുറെ പറയാനുണ്ട്, അത് പറയുമ്പോൾ വൃത്തിക്ക് വരണമല്ലോ. അപ്പോ അത് വളരെ ടൈം എടുക്കും, പ്രശ്നമാവും. അപ്പോ അങ്ങനെ ഈ ബിസിനസ് കടന്നു പോയ കാരണത്തിൽ ആ റിസൾട്ട് എന്റെ കുടുംബം തന്നെ ഫുൾ ഡോക്ടർമാരാണ്, പഠിച്ച പ്രൊഫസർമാരാണ്. അവരൊക്കെ നടക്കുന്ന ചില റിസൾട്ടുകളൊക്കെ അത്ഭുതപ്പെടുന്ന റിസൾട്ടുകൾ കിട്ടി. അപ്പൊ അങ്ങനെ പൊട്ടിനെ കുറിച്ച് പഠിച്ചു, കമ്പനിയെ കുറിച്ച് പഠിച്ചു, ഈ അവസരത്തെ കുറിച്ച് പഠിച്ചു. അപ്പൊ ആ സമയത്ത് എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ ഇത് ഇവിടുന്ന് ചെയ്യുകയാണെങ്കിൽ കൊള്ളാമായിരിക്കുമല്ലോ എന്ന് തോന്നി. ഗൾഫുകാരനാണ്, ഒരു കുട്ടിൻ്റെ ആ സമയത്ത് പിന്നെ തിരിച്ച് പോകാനുള്ള ബുദ്ധിമുട്ട് കാരണം ഇവിടെ നിൽക്കാൻ തീരുമാനിച്ചു. ഞാൻ പറയാറുണ്ടാവും, ഈ കമ്പനി വന്നു, മുമ്പ് ഞാൻ ദരിദ്രനായിരുന്നു, ഇപ്പൊ കോടീശ്വരനാണ്. ഞാൻ വന്നപ്പോഴും കോടീശ്വരനായിരുന്നു, ഇപ്പോഴും കോടീശ്വരനാണ്. ബിസിനസ്സുകാരനായിരുന്നു. അതുകൊണ്ട് തന്നെ എനിക്ക് കുറെ കാര്യങ്ങൾ ആലോചിക്കാണ്ടായിരുന്നു. ഇവിടെ വന്നിട്ട് ഞാൻ അവിടെയുള്ള ലക്ഷങ്ങൾ വരുമാനം ഒഴിവാക്കി വന്നിട്ട് 500,000 കിട്ടിയോണ്ട് കാര്യമില്ല. അപ്പൊ ഇവിടുന്ന് ലക്ഷങ്ങൾ ഉണ്ടാകാൻ കഴിയുമെന്ന് നോക്കേണ്ടതുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ നന്നായിട്ട് ഈ മാർക്കറ്റ് സ്റ്റഡി ചെയ്തു. മാർക്കറ്റ് ചെയ്യാൻ നിർബന്ധമാണ്. അത് ചെയ്യാത്തതിന് പേരിലാണ് എനിക്ക് കുറച്ചും കൂടി പറഞ്ഞു ബിസിനസ് കടം പറ്റി എന്ന് പറഞ്ഞു. അപ്പൊ ഈ പഠിച്ച ടീമാർക്കുള്ളത് അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് ഈ മാർക്കറ്റ് പഠിച്ചു, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചു, ഇതിന്റെ സംഗതി പഠിച്ചു. അപ്പൊ മനസ്സിലാക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഈ പ്രൊഡക്റ്റിന് ആവശ്യക്കാരുള്ളത് ഈ കേരളത്തിലാണ് മനസ്സിലായി. അപ്പൊ കേരളത്തിൽ ഒത്ത നടക്കുകയാണ് ഞാനുള്ളത്, മലപ്പുറം ജില്ലയിൽ. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്നെ കൊണ്ട് ഇപ്പൊ അധികം ലാംഗ്വേജ് ഇല്ലാതെ വലിയ ക്വാളിഫിക്കേഷൻ ഇല്ലാതെ തന്നെ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായി. കാരണം എന്റെ കുടുംബത്തിലും എന്റെ നാട്ടിലും പരിചയക്കാർക്കൊക്കെ ഈ പ്രൊഡക്റ്റ് ആവശ്യമാണ്. അങ്ങനെ തുടങ്ങിയ കളിയാണ്. ഇന്നിപ്പോ തിരിഞ്ഞു നോക്കുന്ന സമയത്ത് എന്റെ കൂടെ വന്നിട്ടുള്ള 200-ലധികം ആളുകൾക്ക് 1 ലക്ഷം മുകളിൽ വരുമാനം വാങ്ങി കൊടുക്കാൻ സാധിച്ചു. 1000-ലധികം ആളുകൾക്ക് ആരോഗ്യ സമ്പത്ത് നൽകാൻ സാധിച്ചു. ഈ വ്യക്തികൾക്ക് ഞാൻ എന്നെ ബഹുമാനിക്കുന്നു, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, എനിക്ക് വേണ്ടി കസ്റ്റമേഴ്സ് ഉണ്ടാക്കി കൊടുക്കുന്നു. ഇത്തരം കാര്യങ്ങളാണ് വേറെ എന്ത് ഇൻഡസ്ട്രി ഉണ്ട്, അതൊന്നും തുറന്നു നിന്ന് ചെയ്യുന്നുള്ളതാണ്. പിന്നെ ഞാൻ നോക്കിയാൽ മനസ്സിലാക്കി കുറച്ച് കാര്യങ്ങൾ പറയാം. ഏത് ബിസിനസ് ചെയ്യുകയാണെങ്കിലും ഏറ്റവും വലിയ ബുദ്ധിമുട്ടാണ് ഒന്ന് കറണ്ട് ബില്ല്, വാടക, ലൈസൻസ്, പേപ്പർ വർക്കാണ് ഏറ്റവും മേഖല. അക്ഷയ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, തിങ്കളാഴ്ച, മറ്റന്നാൾ, തണ്ടപ്പേര്, ഏട്ടപ്പേര്, വട്ടപ്പേര് ഇതൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ അതൊന്നും ഇല്ലാതെ സിമ്പിളായി തുടങ്ങാൻ പറ്റുന്ന വലിയൊരു കാര്യമായിരുന്നു എന്നെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ഈ കറണ്ട് ബില്ലില്ല, വാടകയില്ല, തൊഴിലാളികളില്ല, സ്വാഭാവിക തൊഴിലാളി തർക്കങ്ങളില്ല, യൂണിയൻകാരില്ല, കാറ്റഗറി കൂലി പ്രശ്നങ്ങളില്ല, ഒരു പുലിവാലില്ലാതെ സ്മൂത്ത് ആയിട്ട് ഇപ്പോ ഏകദേശം 6 വർഷത്തോളം ബിസിനസ് ചെയ്യുന്നു. ഇന്ന് ഏകദേശം 1,07,00,000 വരുമാനമാണ്. എന്റെ ഭാര്യയുടെ പേരിൽ മാത്രം എന്റെ ഭാര്യ ഓരോ മാസം ശമ്പളം പോലെ അപ്പോ ഇത് ഇവിടെ ക്വാളിഫിക്കേഷൻ സംഭവമൊന്നുമില്ല, ഇവിടെ തീരുമാനം എടുക്കുക എന്നുള്ളത് മാത്രമാണ്.